വെൽക്കം ബാക്ക് ടു നാസിനീൻസ് ഫാമിലി. ഇന്ന് നമ്മൾ ചെറിയൊരു ക്ലീനിങ്ങും അതേപോലെ പെരുന്നാളൊക്കെയാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണ് കേട്ടോ. പെരുന്നാളിൻ്റെ തലേ ദിവസമാണിത്. അപ്പം കുറച്ച് ചെറുതായിട്ട് എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റി നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ പരിപാടികളൊക്കെ. അങ്ങനെ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റുകളൊക്കെ ഇങ്ങനെ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ചെറിയൊരു ഹെൽപ്പിനായിട്ട് ആമയുണ്ട് കേട്ടോ ഇന്ന്. ആമ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ച് തരാൻ ഹെൽപ്പ് ചെയ്തിരുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ ഞാൻ ചെടികളൊക്കെ നനച്ചു, പിന്നെ ചെയ്യാനുള്ള ഓരോ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ കേട്ടോ ഇന്നിങ്ങനെ. നമുക്കിതേപോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം തന്നെ ഇതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചാൽ ആ ഒരു ദിവസം നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. നമുക്കിപ്പോൾ ഒരു പെരുന്നാൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഡേൻ്റെ അന്ന് നമുക്കിങ്ങനെ വീടൊക്കെ എപ്പോഴും അറേഞ്ച് ചെയ്യുന്നതിലേക്ക് നോക്കേണ്ടി വരില്ലല്ലോ. അപ്പം ഞാൻ ഇതേപോലെ എല്ലാം തലേ ദിവസം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ എല്ലാവർക്കും ഓരോ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ആമയ്ക്ക് അതേപോലെ അവളുടെ ഹെയറൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് കുക്കിങ്ങും ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അധികം വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം പിറ്റേ ദിവസം പെരുന്നാളാകുമ്പോൾ നമ്മൾ കുറേ ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ചെറുതായിട്ടുള്ള ഭക്ഷണമൊക്കെയാണ് കേട്ടോ അന്ന് സെറ്റ് ചെയ്ത്. ഒരു ബീഫും അതേപോലെ പത്തിരിയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഒരു നൈബർ ചക്കയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. പിന്നെ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പത്തിരിയും സെറ്റാക്കുന്നുണ്ട്. പാപ്പുന് ഇഷ്ടമുള്ള സാധനം എന്താ നോമ്പിന്? അലീമാണ് ഇഷ്ടം. അപ്പൊ നാളെ നോമ്പ് പെരുന്നാളാവുകയാണെങ്കിൽ ഇനി അലീമ് കിട്ടൂലല്ലോ. അപ്പം ഈ റമദാനിലെ ലാസ്റ്റ് അലീമാണ് അല്ലേ? ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നത്? ഇതും രണ്ട് ചായയാണ് എൻ്റെ. പാപ്പു മിക്ക ദിവസവും കഴിച്ചിട്ടുള്ള സാധനം കേട്ടോ അലീമ്. പെരുന്നാളാണ് നാളെ. അപ്പം മൈലാഞ്ചി എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ അടുത്ത വ്ളോഗിൽ കാണിക്കും. ഇതിപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പം പെരുന്നാളാണല്ലേ പാപ്പു, ഇനി നമുക്ക് മൈലാഞ്ചിയുടെ പൊന്നുമച്ചിന്റെ വീട്ടിലെ പോലെ പായസം ഉണ്ടാക്കല്. നാളെ വലിയ ചെറിയ പെരുന്നാൾ.